കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ആകെപ്പാടെ ദുരിതപ്പാച്ചിലാണ്. ഇക്കൊല്ലം സ്കൂൾ തുറന്നപ്പോ തൊട്ട് കേൾക്കുന്ന പഴിയാണ്. ആദ്യം കിട്ടിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കയ്യിൽ നിന്ന് തന്നെ. 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് പോലും നിലവാരമില്ല എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ തുറന്ന സദസ്സിൽ അഭിപ്രായപ്പെട്ടത് വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിയിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ സർക്കാർ സ്കൂൾ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നാട്ടിലെ പാവപ്പെട്ടവന്റെ ആശങ്ക എന്തായിരിക്കാം? എന്നാൽ ശിവൻകുട്ടിയുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ കയ്യിൽ നിന്നുകൂടി ഒരു അടി കിട്ടിയിരിക്കുകയാണ്. പല കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്ന മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം വൈറലായിരുന്നു. വളരെ ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണത്. 2 ടേമുകളിലായി തുടർച്ചയായി ഭരണം കിട്ടിയിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷം വട്ടപൂജ്യമായിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്ത് ഒന്നൊന്നായി വരുന്ന വിമർശനങ്ങൾ. ഓരോ കൊല്ലവും SSLC വിജയശതമാനം കൂട്ടുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം. മുഴുവൻ A+ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പോലും പഠിക്കാൻ ഇന്നാട്ടിൽ സ്കൂളുകളുമില്ല. മുഴുവൻ മാർക്ക് വാങ്ങിച്ചാൽ നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമെന്ന ആത്മവിശ്വാസത്തോടെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികളോട് പറയാൻ പോലും പറ്റാതെയായി. ഇത്രയൊക്കെ അടിപതറിയിട്ടും മന്ത്രി ഇപ്പോഴും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഒരേ സഭയിലെ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ എതിർത്തിരിക്കുകയാണ്. SSLC പാസ്സായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ല. ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിന്റെയും സ്ഥിതി ഇതാണ്. SSLCക്ക് 210 മാർക്ക് കിട്ടുന്നത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ്. ആരെങ്കിലും 10ാം ക്ലാസ് പരീക്ഷ തോറ്റാൽ സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കും. രാഷ്ട്രീയക്കാർ സമരത്തിനിറങ്ങും. അതുകൊണ്ടങ്ങ് എല്ലാവരും ജയിപ്പിക്കുകയാണ് എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. എന്നാൽ അക്കാദമിക മികവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികയിൽ കേരളം മുന്നിൽ തന്നെയാണെന്നും സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് ചിലർ വിവാദത്തിന് ശ്രമിക്കുന്നതെന്നുമാണ് ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ പഠന മേഖലയിൽ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി വരികയാണ് എന്നും മന്ത്രി പറഞ്ഞു.